സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് സന്നദ്ധ സേവകരായ നിരവധി പേരാണ്. വിവിധ ടീമുകളായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ദുരന്തം ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നായ ഈ ചൂരൽമല സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതും തെരച്ചിലിന്റെ ഒരു സെക്ടറിൽപ്പെട്ട ഇടമാണ്. നമുക്ക് കാണാം പല പല സംഘങ്ങളായി ആളുകൾ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഈ സ്കൂളിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ മറുവശത്തുള്ള കെട്ടിടങ്ങൾ, അവിടെയാണിപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണ്ണുമാന്തി യന്ത്രം ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തുള്ള ആ കെട്ടിടത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ മരങ്ങൾ കല്ലുകളുമൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിരവധി പ്രവർത്തകർ അവിടെ ഈ സേനാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടിയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഏറ്റവും പ്രത്യേകത. കാരണം ആദ്യഘട്ടത്തിൽ ഇത്രയധികം ആളുകളെ ഫീൽഡിൽ അണിനിരത്തിയുള്ള ഒരു തെരച്ചിൽ അത്ര പ്രായോഗികമായിരുന്നില്ല. ഇന്ന് പക്ഷേ അത്തരത്തിൽ കയ്യിലൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ഷൗവലോ ഒരു വെട്ടുകത്തി എങ്കിലും ഉപയോഗിച്ച് ആളുകൾ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു പറ്റം ആളുകൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ മണ്ണ് മാറ്റി അല്ലെങ്കിൽ ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ കല്ലും പാറക്കഷ്ണങ്ങളൊക്കെ പതിയെ വകഞ്ഞു മാറ്റി അവിടെ ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ ജീവന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ തേടിയുള്ള അവരുടെ തെരച്ചിൽ നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ ഈ പല മേഖലകളിലായി ഇന്ന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തേയിലത്തോട്ടത്തിന്റെ ഉൾവശങ്ങളിലെല്ലാം ആളുകളുണ്ട്. പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ വെള്ളമുള്ള ഇടങ്ങളിൽ അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഒരു ഇഞ്ച് പോലും പരിശോധിക്കപ്പെടാതെ അവശേഷിക്കരുത് എന്ന ഒരു നിർബന്ധം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിനകം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എത്തി അവർ കാടുകളിലേക്ക് പോയി. പുതുതായി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. പക്ഷേ ഈ സ്കൂളിന്റെ സമീപ പ്രദേശത്തുള്ള ഇടങ്ങളിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ കാര്യമായ ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ തെരച്ചിലിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരൊക്കെ എവിടെ നിന്നും എത്തിയ ആളുകളാണ് എന്ന്. നിങ്ങൾക്ക് എവിടുന്ന് വന്ന ആളുകളൊക്കെ? കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഭാഗത്ത്. ഞങ്ങൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ 25 ആളുകൾ ഇന്ന് രാവിലെത്തി. ഇന്നാണ് കൂടുതൽ ആളുകളുടെ ആവശ്യമുള്ളത് ഇന്നലെ അറിഞ്ഞത്. അപ്പം നമ്മൾ കഴിഞ്ഞ പുത്തുമല ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ 25 ആളും 45 ആള് യൂത്ത് കെയറിന്റെ വകയായിട്ടാണ് വന്നത്. അങ്ങനെ മൊത്തം 65 ആളാണ് ആ ടീമിലുള്ളത്. മൊത്തം സാഹചര്യങ്ങൾ ഒരു പ്രതികൂലമായി മഴ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പുഴ കടന്നിരുന്നു. പക്ഷെ അവിടെ ഒഴുക്ക് കൂടിയപ്പം കയറിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ കയറിയതാണ്. പിന്നെ ഒഴുക്ക് കൂടുതലാണ്. അവിടെ തിരിച്ച് ഇനി ഈ സൈഡിൽ കൂടി പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ ടൈമില്. അന്ന് ഫസ്റ്റിൽ നമ്മളിവിടെ എത്തിയ RGFന്റെ ടീമാണ് ഓമശ്ശേരിയുള്ള. അത് നമ്മൾ ഈ പാലല്ലേ, ഒളിച്ചുപോയ പാലല്ലേ, ഇവിടെ വടം കിട്ടിയിട്ടാണ് ഇവിടുന്ന് ഗർഭിണിയായ ഒരാളെ നമ്മൾ അക്കരെ കെടുത്തി വെക്കാം. അപ്പൊ ഫസ്റ്റിൽ നമ്മളവിടെ എത്തിയിരുന്നു. നല്ല പരിചയമുണ്ട്. ഇതിനു മുമ്പ് വന്ന് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇപ്പൊ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടാൻ ചാൻസ് ഉള്ളത് താഴത്തെ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വില്ലേജിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് നീങ്ങാനാണ് ഇപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ മണ്ണ് ഒരുപാട് തറഞ്ഞു കിടക്കുകയാണ്. അതെ, അടിയിൽ. അതുകൊണ്ട് നമുക്ക് ചവിട്ടുമ്പോൾ പതലിനടുത്താണ് ഇപ്പം ഇവര് തെരയുന്നത്, ഫയർഫോഴ്സ് തെരയുന്നത്. അവിടെ ഇങ്ങനെ പതിയും കളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ ആ റെസ്ക്യൂ ടീം നോക്കുന്നത്. അപ്പൊ അവിടെ എന്തോ ഒരു ചാൻസ് ഉണ്ട്, എന്തോ അടിയിലുണ്ട്. അപ്പൊ അവിടെ ചവിട്ടുമ്പോൾ തന്നെ താന്നു പോകുന്നുണ്ട്. തെരയുന്നത് റെസ്ക്യൂ ടീമാണ് അവിടെ ഉള്ളത്. എന്തായാലും അവിടെ ഒരു സാധ്യത കാണുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവിടെ റെസ്ക്യൂ സംഘം അവിടെ പരിശോധനകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ, കാരണം അവർ നേരത്തെ പുഴ കടന്ന് മറുവശത്തേക്ക് കൈകൾ കോർത്ത് പിടിച്ചു പോയ ആളുകളായിരുന്നു. അവർ പക്ഷേ പുഴയിലെ ആ ഭാഗത്തുള്ള ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തെ തെരച്ചിൽ മാറ്റി ഈ മറുവശത്തേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ നടത്തിയ തെരച്ചിലിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ശരീരാവശിഷ്ടം ലഭിക്കുമോ എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. നേരത്തെ തന്നെ സൈന്യവും സർക്കാരും പോലീസും ഒക്കെ അറിയിച്ചിരുന്നു. കാരണം ജീവനോടെ ഇനി രക്ഷപ്പെടുത്താൻ ആളുകളെ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ അപകടം നടന്ന്, ഈ ദുരന്തം നടന്നിട്ട് ഇത്ര സമയമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പരമാവധി മൃതശരീരങ്ങൾ ഇനി ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ കണക്കുകൂട്ടലിലാണ് അവർ തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, ഈ
പുഴ വളരെ വിശാലമായി പരന്നൊഴുകുകയായിരുന്നു. മുകളിൽ നിന്നും ഉരുൾപൊട്ടി എത്തിയപ്പോൾ തകർന്നു വീണ വീടുകളെല്ലാം, ഈ ആളുകളും വീടുകളുമെല്ലാം ഈ പുഴയിൽ കൂടെ ഒലിച്ച് ആ ചാലിയാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇനി എത്ര പേരെ ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ പുഴ വഴി ഒഴുകിപ്പോയി മറ്റിടങ്ങളിൽ ചിന്നിച്ചിതറി പോകുക, അങ്ങനെയൊക്കെ പല സാധ്യതകളും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ എല്ലാ സംഘങ്ങളും ഈ പുഴയുടെയും സമീപ പ്രദേശങ്ങളിലും മറ്റ് തേയിലത്തോട്ടങ്ങൾ എന്നിവിടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഹൃദയവാതിൽ തുറക്കൂ. സർവവും നഷ്ടമായ മനുഷ്യർക്ക് കൂടൊരുക്കാൻ ന്യൂസ് 18-നൊപ്പം കൈകോർക്കാം. ദുരിതബാധിതർക്ക് താൽക്കാലികമായി താമസ സൗകര്യം ഒരുക്കാൻ കഴിയുന്ന വയനാട് ജില്ലയിൽ ഉള്ളവരും സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമായവർ മുന്നോട്ടുവരൂ. സ്വന്തം വീടുകളിൽ ഒപ്പം താമസിപ്പിക്കാൻ കഴിയുന്നവർ, അടഞ്ഞുകിടക്കുന്ന വീടുകൾ ഉള്ളവർ, വാടക നൽകാൻ കഴിയുന്നവർ ഞങ്ങളെ ബന്ധപ്പെടുക. നമ്പർ 8086400391 അല്ലെങ്കിൽ 7025591125.